ശശിയുടെ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിന്റെ പുതിയൊരു ലിറ്റർ അല്ലേ? അതെ അതെ. ഓക്കെ, എത്ര ദിവസമായി പപ്പീസ്? 25 ദിവസം. 25 ദിവസമായിട്ടുള്ള പപ്പീസ്. നമ്മുടെ ഫീമെയിലിന്റെ പേരെന്താ? ജൂലി. ജൂലി. നമ്മള് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇവള് പ്രഗ്നന്റ് ആയിരുന്നു. അതെ. ഓക്കെ, ഇപ്പൊ 25 ദിവസമായി. മൊത്തം എത്ര പപ്പിയുണ്ട്? ഇപ്പൊ 10 ഉണ്ട്. 12 ആയിരുന്നു, 2 പോയി. 2 പോയി. എത്ര മെയിലും ഫീമെയിലും ഏട്ടാ? 6 മെയില് 4 ഫീമെയിൽ. 6 മെയില് 4 ഫീമെയിൽ. 25 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഡിവോമിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? 20 വയസ്സായി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പാലുകൂടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, പാല് കുടിക്കുന്നത്. പാലുകൂടി ഉണ്ട്. ഇത് കൂടാതെ വേറെ എന്ത് ഫുഡ് കൊടുക്കുന്നത്? ഡ്രൈ ഫുഡ് ഉണ്ടോ? ഉണ്ട്. ഡ്രൈ ഫുഡും പിന്നെ ഇതിന്റെ മദർ മിൽക്ക് കൂടെ. അത്ര. ഓക്കെ, എത്ര നേരം പപ്പീസിന് ഫുഡ് കഴിക്കുന്നത്? 2 നേരം കൊടുക്കുന്നല്ലേ? ഓക്കെ. ഇതിന്റെ പപ്പിയുടെ ഫാദർ ഏതാ ചേട്ടാ? ഫാദർ നിൽക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് അത് കാണിച്ച ആള് തന്നെ. ആളെന്നെ. ഓക്കെ, ആള് എന്ത് രോമം കൊഴിഞ്ഞിട്ടുണ്ടല്ലോ? അതെ, ചൂട് കാരണം രോമം കൊഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ഉണ്ടായിരുന്നു ഇവിടെ ആയാലും, പിന്നെ ടെയിലൊക്കെ ആയാലും. അപ്പൊ രോമമൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയൊരു അത്യാവശ്യം ഹെയർ ഉള്ളൊരു ഡോഗ് ആയിരുന്നു അല്ലേ? നല്ല ഹെയർ ഉണ്ടായിരുന്നല്ലേ? പിന്നെ നമ്മുടെ ഫീമെയിൽ പിന്നെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ഫീമെയിൽ ഷോർട്ട് ഹെയർ. ഇതിലും തന്നെ മെയിൽ രോമം ഇറങ്ങിയ കുട്ടികളുണ്ട്, ഇല്ലാത്ത കുട്ടികളുണ്ട്. 2 ടൈപ്പ്. നായരുടെ ടൈപ്പ്, പട്ടിയുടെ ടൈപ്പ് ഉണ്ട്. ഫാദറിന്റെ ടൈപ്പും ഉണ്ട്, മദറിന്റെ ടൈപ്പും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അതൊക്കെ അത്യാവശ്യം രോമമുള്ള ടൈപ്പ്. ഇത് രോമം ഇറങ്ങുന്ന കുട്ടിയാണ്. ഓക്കെ. പിന്നെ ഇത് ഇറങ്ങുന്ന കുട്ടിയാണ്. ഇത് ഓക്കെ. പിന്നെ മദറിന്റെ ഇതും വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, കൂടുതലും ഫാദറിന്റെ ഇതിൽ തന്നെ കിട്ടിയേക്കുന്നത്. അതെ അതെ. ഓക്കെ, 25 ദിവസമായിട്ടുള്ളൂ. 25 ദിവസം. നമുക്ക് വേറെ ആയാലും ഡോഗ് ഇപ്പം ഇതായിട്ട് നിൽപ്പുണ്ടോ? 3-4 ഉണ്ട്. ഓക്കെ, നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് മൊത്തം എത്ര ഉണ്ടായിരുന്നു? 18 പേരുണ്ട്. ഇപ്പൊ ഇറങ്ങിയേക്കുന്ന ഇത് മാത്രമല്ലേ? അല്ല, ഇനി ഒരു സാബിൾ കളർ ഇറങ്ങി കിടക്കുന്നത്. എത്ര ദിവസമായി? അത് 3 ദിവസമായിട്ട്. 3 ദിവസമായിട്ടുള്ളൂ. ഓക്കെ, എത്ര രൂപയുണ്ട്? അത് 3 ഉള്ളൂ. 3. ചേട്ടാ, ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് അല്ലേ? ഇതെല്ലാം നമ്മുടെ മെയിൽ ഡോഗ്സ് ആണ്. ഇതല്ല ഫീമെയിലാ? ഇതെല്ലാം ഫീമെയിൽ. ഇത് ഫുള്ള് ഫീമെയിൽ അല്ലേ? ഫുള്ള് ഫീമെയിൽ. മെയിൽ ഏതാ? മെയിൽസ് റോക്കി. ഓക്കെ, ഇവരെയാണ് ഇപ്പൊ നമ്മളെ സേബിളിനെ അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അല്ലേ? ഓക്കെ. ഇത് ഗർഭിണിയാണ്, ക്ലോസ് ചെയ്തിട്ടാ. ഓക്കെ, ക്രോസ് ചെയ്ത് 8 ദിവസമായോ? ഇല്ല, 3-4 ദിവസമായിട്ടുള്ളൂ. 3 ദിവസമായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇതിനെ കൊണ്ടാണോ? അങ്ങനെ. ഓക്കെ. ഇത് മെയിലാ? അത് മെയില. ഇത് ഗർഭിണിയാണ്. ഇത് 10 ദിവസത്തിനോട് പ്രസവിക്കും. ഓ ശരി. ഇത് നമ്മുടെ ആട്ടും കൂടെ ആയിരുന്നു നേരത്തെ അല്ലേ? ആട്ടും കൂടി ക്യാൻസൽ ചെയ്തിട്ട് മോളിൽ ഡോഗ്സ് ഉണ്ടായിരുന്നു. മോളത്തെ ഡോഗ്സ് ഉണ്ടായിരുന്നു. മുകളിൽ ഡോഗുണ്ട്. അപ്പൊ ഡോഗിന്റെ ഇതാക്കി. ഈ ഫാൻസി ആടുകളുണ്ടല്ലോ, മലബാറി, അതൊക്കെ ആയിരുന്നല്ലേ? അതെല്ലാം ഡോഗ്സിനെ ആക്കി. ആ കാര്യല്ലേ? ഈ ഒരു സെക്ഷൻ ഇവിടെ ഫുള്ള് നമ്മുടെ ഡോഗ്സ്, അകത്ത് ഫുള്ള് അവര് പ്രസവമാണ് അല്ലേ? ഈ പഴയ വീട് അതിന് തന്നെ. പിന്നെ അല്ലാത്തപ്പോ അഴിച്ചു വിടുന്ന ഈ ഏരിയയില് അഴിച്ചുണ്ടെങ്കിൽ മൊത്തം ഏരിയയില്. ഓക്കെ. ചേട്ടാ, ഇവിടെ പേരെന്താ? ഇവിടെ പേര് മില്ലി. അവളിപ്പോ ലിറ്റർ ആയിട്ടുണ്ടല്ലേ? അതെ. എത്ര ദിവസമായി? ഇന്നേക്ക് 3 ദിവസം. 3 ദിവസം. 3 ഒപ്പേ ഉള്ളൂ? 3 ഒപ്പിയുള്ളൂ. ആദ്യത്തെ ലിറ്റർ ആണ് ഇവിടെ? അല്ല, 3ാമത്തെ. ഓക്കെ, കഴിഞ്ഞ ലിറ്ററിൽ 9 കുട്ടികൾ. കഴിഞ്ഞ ലിറ്ററിൽ 9 കുട്ടികളുണ്ടായിരുന്നല്ലേ? ഓക്കെ, ഏതിനെ കൂടെ ക്രോസ് ചെയ്തേക്കുന്നത്? നമ്മളെ ബ്ലാക്ക് റോക്കിനെ കൊണ്ട്. ഓക്കെ, ഇതൊരു വെറൈറ്റി കളർ അല്ലേ? അതെ, ഷാബിൽ കളർ. അത്യാവശ്യം സൈസ് ആണല്ലോ ഫീമെയിൽ. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതിനെ? ഇത് ഒരു പാർട്ടി ദുബായിൽ നിന്ന് വന്നപ്പോ തന്ന. ദുബായിൽ വളർന്ന സാധനം. ഓക്കെ, ദുബായിൽ നിന്ന് അവരുടെ പെറ്റായിട്ട് കൊണ്ടുവന്നല്ലേ? ഓക്കെ. അവര് തിരിച്ചു പോയപ്പോ എന്നെ ഏൽപ്പിച്ച പിന്നെ കൊണ്ടുപോയില്ല അങ്ങോട്ട്. ഓക്കെ, നമ്മുടെ മില്ലിയാണ്. മില്ലിയുടെ ഈ ലിറ്ററിനകത്ത് 3 പപ്പിയുണ്ട്. ഒരു 3 ദിവസമേ ആയിട്ടുള്ളൂ അല്ലേ? 3 ദിവസം. നമ്മുടെ റോക്കിനെ കൊണ്ടാണ് ചെയ്തേക്കുന്നത്, ക്രോസ് ചെയ്തേക്കുന്നത്. ഓക്കെ. 2 മെയിലും 1 ഫീമെയിൽ. 2 മെയിലും 1 ഫീമെയിൽ അല്ലേ? ഓക്കെ. അവളിങ്ങനെ നമ്മളെ പപ്പി എടുക്കാതെ അവളിങ്ങനെ നോക്കിയിരിക്കുമല്ലേ? ഓക്കെ, 3 ദിവസമായിട്ടുള്ളൂ പപ്പീസ്. ഓക്കെ, അത് കളർ ഏതായിട്ടാ വരുന്നത്? ഇത് കളറ് നായന്റെ കളറും വരും. ഇതിന്റെ ഫീമെയിൽ ഈ കളർ വരുമോ? അങ്ങനെ കഴിഞ്ഞ ലിറ്ററിനകത്തൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡോഗ്സിനെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് അത് ഫുൾ അതിനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് കൊടുക്കാൻ പാകത്തിലുള്ള കുട്ടികൾ ഇത് മാത്രമാണ് അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ.